എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം? ലോക്സഭാ സെക്രട്ടറി ജനറലായിരുന്ന ഏറെ ബഹുമാന്യനായ ശ്രീ ആചാര്യ സാറ് പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശന വേളയിൽ കഴിഞ്ഞ വർഷം തൃശ്ശൂരിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തെ എയർപോർട്ടിൽ സന്ദർശനം നടത്തിക്കൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആരാധ്യനായ അധ്യക്ഷനും ഞാനും കൂടി അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ഈ ഒരു നിവേദനം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഈ ആവശ്യം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ, കാരണം ശബരിമലയുടെ സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് ശബരിമല എത്രയും വേഗം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം, കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ഉന്നതരായ IAS, IPS, IRS ഉദ്യോഗസ്ഥന്മാരെ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായും കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളായും ഭക്തജന സംഘടനകളുടെ, ഹിന്ദു സംഘടനകളുടെ പ്രതിനിധികളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം നിലവിൽ വരികയാണ് എങ്കിൽ ഇത്തരം രാഷ്ട്രീയക്കാരുടെ ഈ ക്ഷേത്ര കൊള്ളകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുവാനും ഇവിടെ നിശ്ചയമായിട്ടും അയ്യപ്പ ഭക്തന്മാർക്ക് സുഖദർശനം, സുരക്ഷിത ദർശനം എന്ന ആ ഒരു സങ്കല്പത്തെ ശബരിമലയിൽ യാഥാർത്ഥ്യമാക്കുവാനും സാധിക്കും. ഇന്ന് എല്ലാ തരത്തിലും നടക്കുന്ന അഴിമതികൾ, വാസ്തവത്തിൽ അഭിമാനമുള്ള ആളുകൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലോ അല്ലെ കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളിലും ജോലി ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അപമാനകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് ഈ ശബരിമലയിൽ നടന്ന ഈ വൻ കൊള്ള, തീവട്ടിക്കൊള്ളയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നടമാടുന്നത്. അതുകൊണ്ട് ഈ കൊള്ള അവസാനിപ്പിക്കണമെങ്കിൽ വീണ്ടും ഇത് നടപടി തന്നെ ഈ ദേവസ്വം ബോർഡിലേക്ക് ആര് വന്നാലും ഉദ്യോഗസ്ഥന്മാർ പഠിച്ചതേ പാടുകയുള്ളൂ. ഇത്രയൊക്കെ സംവിധാനം നടക്കുമ്പോഴും ഹരിപ്പാട് ക്ഷേത്രത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ള ഒരു നേതാവ്, യൂണിയൻ നേതാവ് അവിടെ കാണിക്ക എണ്ണുന്നിടത്തുനിന്ന് അടിച്ചു മാറ്റിയത് 10,000-ങ്ങളാണ്. അപ്പം ഇത് ഒരാളുടെ മാത്രമാണ് പിടിക്കപ്പെട്ടത്. എത്രയോ ആളുകൾ ഇതേമാതിരി തന്നെ തട്ടി മാറ്റിക്കൊണ്ട് പോകുന്നു. തിരുവല്ല ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതേമാതിരി കേരളത്തിലെ 1200 ശിഷ്ടം ക്ഷേത്രങ്ങൾ വരുന്നതിനകത്ത് അവിടെയൊക്കെ എത്തുന്ന സ്വർണങ്ങളുടെ കണക്കെവിടെ? മറ്റ് അമൂല്യ വസ്തുക്കളുടെ കണക്കുകൾ എവിടെ? അപ്പം ഇതൊന്നും തന്നെ ഇല്ലാതെ ഇതിനെയൊക്കെ തന്നെയും ഇവർക്ക് കൊള്ളയടിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നതിനകത്ത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും, ജുഡീഷ്യറി ഇത്രത്തോളം കർക്കശമായി ഇടപെടുമ്പോൾ പോലും ഇതിനെ നിരോധിക്കാനോ നിയന്ത്രിക്കാനോ യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന് 98, 99 മുതൽ തുടങ്ങിയ കാര്യം ഞാൻ ഏറ്റവും അവസാനം നമ്മൾ എടുക്കാം. 23-ലും 24-ലും അവിടെ ഇന്നത്തെ പോലെ തന്നെ അവിടെ സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജില്ലാ ജഡ്ജിയുടെ ചുമതല വഹിച്ചിരുന്ന ആളാണല്ലോ. അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മൗന സമ്മതത്തോടെയാണ് അന്ന് നടന്ന ഈ കൊള്ള എന്ന് ഭക്തജനങ്ങൾ ന്യായമായി സംശയിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ SIT എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? മൗനാനുവാദത്തിൻ്റെ പേരിലാണ് ആരാധ്യനായ തന്ത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എങ്കിൽ അതേ മൗനാനുവാദമല്ലേ അന്നത്തെ ഈ ജുഡീഷ്യൽ ഓഫീസർമാരും ചെയ്തിട്ടുള്ളത്? ഇത് പരിഗണിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഈ മോഷണത്തിൽ ഭഗവാന്റെ തിരുവാഭരണങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ സമ്പത്ത് അപഹരിച്ചവർ, അത് തന്ത്രിയായാലും മന്ത്രിയായാലും ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ അതിൽ നിരപരാധികളുണ്ടെങ്കിൽ അവരെ പീഡിപ്പിച്ച് യഥാർത്ഥ വസ്തുത വളച്ചൊടിച്ച് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച്, നിരപരാധികളുടെ തലയിൽ കെട്ടിവെച്ച് അപരാധികളെ അവിടെ രക്ഷപ്പെടുത്താനുള്ള നീക്കം ബഹുമാനപ്പെട്ട കോടതി തിരിച്ചറിയണം. കാരണം ഇതിനകത്ത് ഇപ്പോൾ വാദിഭാഗം എന്ന് കരുതുന്നത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്, ദേവസ്വം ബെഞ്ചാണ്. ആ ദേവസ്വം ബെഞ്ച് ഈ കേസ് നടത്തിപ്പിൽ യാതൊരു വിധമായ അലംഭാവവും ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ CBIയെ കൊണ്ടോ അല്ലെ NIA കൊണ്ടോ അല്ലെങ്കിൽ EDയെ കൊണ്ടോ ഈ മൂന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട, കാരണം അന്യരാജ്യങ്ങളിലേക്ക്
ഈ താഴികക്കുടങ്ങളടക്കം കടത്തിയിട്ടുണ്ടാവാം എന്ന് സംശയിക്കുന്നു. ഉയർന്ന കോൺഗ്രസിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട് എന്ന് സ്വാഭാവികമായി സംശയിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഡൽഹിയിലും അതേപോലെ തെലങ്കാനയിലും അതേപോലെ ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ബന്ധങ്ങളുള്ളതുകൊണ്ട് കേരളത്തിലെ പോലീസിന് എന്ത് സഹായം ആവശ്യപ്പെട്ടാലും അതാത് സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള വ്യക്തികൾക്ക് അവിടെ നിന്ന് സംരക്ഷണം ലഭിക്കും. അതുകൊണ്ട് ഇത് നിശ്ചയമായും നിഷ്പക്ഷ സ്വതന്ത്ര അന്വേഷണ ഏജൻസിയായ CBI, NIA, ED മുതലായ അന്വേഷണ ഏജൻസികളെ കൊണ്ട് നിശ്ചയമായിട്ടും അന്വേഷിപ്പിക്കണം. ഇതൊക്കെ തന്നെ കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സമഗ്രമായ ഒരു പഠനം നടത്തിക്കൊണ്ട് ഈ ശബരിമല അടക്കം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രമുഖമായ ക്ഷേത്രങ്ങളുടെ പാവനതയും പരിശുദ്ധിയും അതിൻ്റെ ഉയർച്ചയും വളർച്ചയും ഐശ്വര്യവും അഭിവൃദ്ധിയും തടസ്സപ്പെടാതെ ഈ ഭക്തജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനുവേണ്ടി കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വവും ഉണർന്നു പ്രവർത്തിക്കണം, ഉയർന്നു പ്രവർത്തിക്കണം എന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന് ഈ അവസരത്തിൽ അപേക്ഷിക്കുവാനുള്ളത്. നിശ്ചയമായിട്ടും കേന്ദ്ര സർക്കാർ ഇതിൻ്റെ സംവിധാനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിലവിലുള്ള അപാകതകളെ മുഴുവൻ പരിഹരിച്ച് നല്ല രീതിയിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ ഈ സർക്കാരിൻ്റെ ഇടപെടലുകൾ പരിപൂർണമായും അവസാനിപ്പിച്ചുകൊണ്ട് ഭംഗിയായി മുമ്പോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം. അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാവണം. അതിനു വേണ്ടിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ അനുമതി തേടിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണറെ അതേപോലെ തന്നെ രാഷ്ട്രപതിക്കുള്ള നിവേദനവും ബഹുമാനപ്പെട്ട ഗവർണർ മുഖാന്തരം കേന്ദ്രത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യവും അതേപോലെ തന്നെ ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഹിന്ദുക്കളുടെയും കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ താല്പര്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കൊള്ളയെ അംഗീകരിക്കാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ആധ്യാത്മിക സംഘടനകളും എല്ലാവരും തന്നെ ഈ ഒരു വിഷയത്തോട് യോജിച്ചൊറ്റക്കെട്ടായി നീങ്ങണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ താല്പര്യം. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം.